ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അടിപൊളി ആഴ്ചയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ പോയത്. കഴിഞ്ഞ ആഴ്ചയും പ്രൈസ് നല്ല ബുള്ളിഷ് ആയിരുന്നു. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് പ്രൈസ് ഒരു റേഞ്ചിൽ തന്നെയാണ്. പ്രൈസ് കുറേ നാളുകൾക്ക് ശേഷമാണ് പ്രൈസ് ഇത്രയും നല്ലൊരു റേഞ്ചിലേക്ക് വന്നത്. 2400 2300 മേളിലേക്ക് വന്ന അതേ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ഏകദേശം ഒരു 2000 മേളിലേക്ക് പ്രൈസ് വന്നിട്ട് വീണ്ടും 1800 വരുമായിരുന്നു. ഇപ്പോൾ ഒരു 2200 എന്നുള്ള രീതിയിൽ തന്നെ പ്രൈസ് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ ഇത് ഇവിടെയും നല്ലൊരു സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2400 2450 നല്ലൊരു റെസിസ്റ്റൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പ്രൈസ് ഇനിയും ബുള്ളിഷിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സ്ട്രക്ചർ മാപ്പ് ബുള്ളിഷ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും എടുക്കുന്ന ട്രേഡ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ബുള്ളിഷിലേക്കുള്ള സാധ്യതകളൊക്കെ ആയിരിക്കണം കൂടുതൽ നമ്മൾ നോക്കണം. എന്നാലും നമ്മളൊരു 2-3 ആഴ്ചയായിട്ട് നമ്മൾ സെൽ എൻട്രീസും എടുക്കുന്നുണ്ട്. നമ്മൾ സെൽ എൻട്രീസ് എടുക്കുന്നത് വേറെ ഒന്നുമല്ല, ഇങ്ങനെ റേഞ്ചിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ മാസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ സെൽ എടുത്തത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ആ സമയത്തൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ കിട്ടിയത്. അപ്പം നമ്മൾ 2 സൈഡിലേക്ക് നോക്കണം. ചില സമയത്ത് നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രമേ നോക്കുള്ളൂ. ഈ ഒരു ബുള്ളിഷ് മൂവ്മെന്റിന്റെ സമയത്ത് ഈ മാസങ്ങളിൽ നമ്മൾ ബൈ മാത്രമേ നോക്കുള്ളൂ, സെല്ല് നോക്കരുതെന്ന് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഈ റേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായ പ്രൈസ് ഇനി റേഞ്ചിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ മുതലാണ് ബൈയും സെല്ലും നമ്മൾ നോക്കി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ക്യാൻഡിൽ ഇൻസൈഡ് ക്യാൻഡിലാണ്, ഈ ഒരു ക്യാൻഡിലിന്റെ മദർ ക്യാൻഡിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇപ്പോഴും ആ ഒരു റേഞ്ച് പ്രൈസിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ വീക്ക് നോക്കി കഴിയുമ്പോൾ കഴിഞ്ഞ വീക്കും അതിന്റെ മുമ്പത്തെ വീക്കും നല്ല ബുള്ളിഷ് ശരിക്കും പറഞ്ഞാൽ. അതിന്റെ മുമ്പത്തെ വീക്ക് നല്ല രീതിയിലായ NFE സമയത്ത് പ്രൈസ് അടിച്ചു കയറായി. മുമ്പ് തന്നെ പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷ് വന്നു. അപ്പോൾ പല ആൾക്കാരും വിചാരിച്ചു പ്രൈസ് താഴേക്ക് വീഴാനുള്ള സാധ്യത. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് NFE സമയത്ത് പ്രൈസ് താഴേക്ക് വീഴും ഒന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രൈസ് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് തന്നെ പോയി. അതേപോലെ തന്നെ NFE കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു CPI ന്യൂസും അതേപോലെ തന്നെ നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ പറയുമ്പോഴത്തേക്കും പ്രൈസ് നേരെ വീണ്ടും ബുള്ളിഷിലേക്ക് പോകുന്നു. എന്നാലും കുറച്ച് നല്ല രീതിയിൽ പ്രൈസ് താഴേക്ക് വന്നു നല്ല പ്രോഫിറ്റ് ഒക്കെ ഈ ആഴ്ച എടുക്കാൻ പറ്റിയായിരുന്നു. ബൈയും സെല്ലും എടുത്ത ഒരുപാട് പേരുണ്ട്. നല്ല കാര്യം, ബുള്ളിഷ് നിങ്ങൾ റെഗുലർ പ്രോഫിറ്റിൽ തന്നെ പോകുന്നുണ്ടാന്ന് നോക്കിയാൽ മതി. ചില മൂവ്മെന്റുകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ പറയും, സെല്ല് എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ ബൈ ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് സെല്ല് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈയും എടുക്കാതിരിക്കുക. നമ്മൾ ആ സമയത്ത് സെല്ലിലേക്ക് പ്രൈസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ബൈയിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബൈ സൈഡ് പിടിച്ചു പോകണേനോ. പക്ഷെ നിങ്ങൾ ബൈയിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ലാഭം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രൈസ് നല്ല ബുള്ളിഷിൽ പോകുമ്പോഴും റേഞ്ച് ഒക്കെ വരുമ്പോൾ ഇതേപോലെയൊക്കെ വരുമ്പോഴത്തേക്ക് അതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ സെല്ലിലേക്ക് നോക്കണം, ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. സെല്ലിലേക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമുക്ക് നഷ്ടമുണ്ടാവും. ഓൾറെഡി നമ്മുടെ സ്ട്രക്ചർ മാപ്പ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂടുതൽ എൻട്രി സാധ്യതകൾ നമ്മൾ നോക്കുന്നത്, നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ കൂടുതലും ബൈ സൈഡ് ആയിരിക്കും. പക്ഷെ സെല്ലിലേക്ക് നോക്കുന്നതെന്ന് പറയുന്നത് അവിടെ നിന്ന് പ്രൈസ് ചിലപ്പോൾ ബിയറിഷ് ആകാം. എന്നാലും പ്രൈസ് പലവട്ടം നല്ല രീതിയിൽ പുൾ ബാക്ക് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ബൈ എടുത്തവർക്കും സെല്ല് എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഡേയുടെ സ്ട്രക്ചറിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു പൊസിഷനാണ് ഈ ഒരു ക്യാൻഡിൽ അല്ലേ. ഇവിടെ നമുക്ക് നല്ലൊരു രീതിയിൽ പ്രൈസ് മിക്കവാറും ബിയറിഷ് ആകാനുള്ള സാധ്യത. പക്ഷെ നമുക്കിവിടെ രണ്ട് സാധ്യത ഇപ്പൊ പറയുന്നതാണെങ്കിൽ നമുക്ക് 2 സാധ്യതയുണ്ട്. ഈ OB റിയാക്ട് ചെയ്തു, ബോഡി ബ്രേക്ക് ചെയ്തില്ല, അവിടെ ഒരു IFC ക്യാൻഡിൽ ഫോം ചെയ്തു. IFC ക്യാൻഡിൽ ഫോം ചെയ്തു, പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, പ്രൈസ് ഈ ലോയിലേക്ക് തന്നെ വരുമെന്ന്. കറക്റ്റ് ആയിട്ട് ആ 2 ദിവസം നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ബൈ എടുത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് സെല്ലെടുക്കാൻ വരും, അല്ലെങ്കിൽ പ്രൈസ് ബിയറിഷ് ആവുമെന്ന് പറയുമ്പോൾ നിങ്ങൾ സെല്ലെടുക്കണ്ട, നിങ്ങൾ മാറി നിന്നാൽ മതി ഈ പൊസിഷനിൽ നിന്ന്. മനസ്സിലായോ? നിങ്ങളിവിടെ ബൈ എടുത്തായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, 2 ദിവസം കൊണ്ട് ഇവിടെ എത്ര ദിവസം കൊണ്ട് കയറിയതാണ്, 2 ദിവസം കൊണ്ട് പ്രൈസ്. അതേപോലെ നമ്മുടെ പ്രോഫിറ്റും പോകും. അതുകൊണ്ടാണ് പറയുന്നത്. വീണ്ടും പ്രൈസ് ഞാൻ പറഞ്ഞു, ഈ ഇന്റേണൽ ഐഡിയം എടുത്ത് കഴിയുമ്പോൾ പ്രൈസ് വീണ്ടും ബുള്ളിഷ് ആ സാധ്യത. അതിന്റെ ഫസ്റ്റ് എഫക്റ്റാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഈ സെല്ലൊക്കെ നല്ല ഗംഭീരമായിട്ട് എടുത്ത പ്രൈസ് ഇനി ഇവിടെ നിന്ന് പോകണമെങ്കിൽ ആ ഒരു, എനിക്ക് തോന്നുന്നത് ഫ്രൈഡേ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈസ് ഇനി ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ ബൈ എടുക്കാം. അവിടെ നിന്ന് ബൈ എടുത്താൽ മിടുക്കന്മാരുണ്ട്, ഇവിടം വരെ കൊണ്ടുപോയ ആളുകളുണ്ട്. ഇപ്പൊ പുറത്തുള്ള ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും സിങ് ട്രേഡുകൾ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പുറത്തുനിന്ന് തന്നെയാണ്. എനിക്ക് ഇവിടെ നിന്നുള്ളതിനേക്കാൾ എനിക്ക് വളരെ സന്തോഷമാണ്. അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. കിട്ടുന്ന സമയം വളരെ കുറവാണെങ്കിൽ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് പോലെ തന്നെ ട്രേഡ് എടുക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ എടുത്ത് ലോങ് ടൈം ഒക്കെ ഹോൾഡ് ചെയ്ത് അടിപൊളി. വീണ്ടും ഇവിടെ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ ഇത് ഇപ്പൊ ഇന്റേണൽ ശരിക്കും പറഞ്ഞാൽ ഇൻസൈഡ് ക്യാൻഡിലാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു ക്യാൻഡിൽ വന്നതുകൊണ്ട് ഇതിന്റെ ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചറിന്റെ നോക്കാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വീണ്ടും ബൈ എടുത്ത ആളുകളുണ്ട്. അടിപൊളിയാണ്. എന്താ വെച്ചാൽ സ്ട്രക്ചർ ഈസ് ബുള്ളിഷ്.
പക്ഷെ ഇവിടെ നമ്മൾ ബിയറിഷ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ബിയറിഷ് ആകാനാണ് സാധ്യതയെങ്കിൽ ഇവിടെ നിന്നായിരിക്കും പ്രൈസ് താഴേക്ക് പോരുന്നത്. മനസ്സിലായോ? ഈ ലോ ലിക്വിഡേറ്റ് ചെയ്ത് പ്രൈസിന് ഈ ഒബിയിലേക്ക് വരാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. മനസ്സിലായോ? ബാക്കിയുള്ള ഒരു പൊസിഷനേക്കാളും സാധ്യത ഇവിടെ നിന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ബൈയും നോക്കുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സെല്ല് എടുക്കുക, ലോങ് ടൈം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ നല്ലൊരു പൊസിഷനാണത്. അല്ല പ്രൈസ് മേളിലേക്ക് പോകണേ വീണ്ടും ബിഗ് ബ്രേക്ക് നടത്തണമെങ്കിൽ വീണ്ടും ഒരു പുൾ ബാക്ക് എടുക്കും. നിങ്ങൾ ബൈ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലൊരു പുൾ ബാക്ക് എടുക്കും. ഇത്രയും ലിക്വിഡിറ്റി കിട്ടുകൊണ്ട് തന്നെ നമ്മുടെ സെക്ഷൻ അതേപോലെ തന്നെ 50 മിനിറ്റിൻ്റെയൊക്കെ സ്ട്രക്ചറൊക്കെ അവിടെയുള്ള POIകളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ പ്രൈസ് താഴേക്ക് വരുമ്പോഴും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഹൈ ലിക്വിഡേറ്റ് ചെയ്തിട്ട് വരുന്നത്, ഈ ഹൈ ലിക്വിഡേറ്റ് ചെയ്തിട്ട് പ്രൈസ് വീണ്ടും പ്രൈസ് നല്ല പുൾ ബാക്ക് എടുത്ത് തന്നെയാണെങ്കിൽ ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ ബൈ തന്നെ ശ്രദ്ധിച്ചെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് നല്ല ബുള്ളിഷ് ആയിരിക്കും. പിന്നെ പ്രൈസ് വീണ്ടും മേളിലേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ നല്ല എൻട്രികൾ ഉണ്ടായിരുന്നു. 4 അവറിൻ്റെ ഇത് നമ്മൾ അന്നത്തെ ആ നോൺ ഫാം ബെയറിൻ്റെ സമയത്ത് എടുത്ത ആ ഒരു സമയത്ത് എടുത്ത എൻട്രിയാണ്. പ്രൈസ് വന്ന് ടാർഗറ്റിലേക്ക് പോകുന്ന സമയത്ത് തന്നെ പ്രൈസ് വന്ന് ജസ്റ്റ് ബ്രേക്ക് ഈവൻ അടിച്ചു, നല്ലൊരു മൂവ്മെന്റ് തന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വാട്ടർ ഫ്ലോയിൽ നമ്മൾ ട്രേഡ് എടുത്തായിരുന്നു. അതും ടാർഗറ്റിലേക്ക് വന്നിട്ടിരിക്കുമ്പോൾ വന്ന് ബ്രേക്ക് ഈവൻ അടിച്ചിട്ട് അടിച്ച ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ന്യൂസാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ന്യൂസ് സമയത്ത്. നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ 10 ഒരെണ്ണമായിരിക്കും അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് DP അടിക്കുന്നത്. അപ്പോൾ വെറുതെ എന്തിനാണ് അത് നഷ്ടപ്പെടുത്തണം? നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല ട്രേഡ്സുകൾ ഇവിടുന്ന് തന്നെ നല്ല പ്രോഫിറ്റ് എനിക്ക് കിട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ വളരെ കുറവ് ട്രേഡേ ചെയ്തുള്ളൂ. എനിക്കത് 2-3 ട്രേഡായിട്ടേ ചെയ്തുള്ളൂ. 3 ട്രേഡ് ചെയ്ത് $12,500 നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പല അക്കൗണ്ടിൽ. അപ്പോൾ നേരത്തെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഇന്ന് ട്രേഡ്സിന്റെ എണ്ണം കുറയുമ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്. മനസ്സിലായോ? ഒരുപാട് സമയവും നമുക്ക് അതനുസരിച്ച് ഫ്രീ ടൈം കിട്ടും. ഒരിക്കലും ടെൻഷൻ ഇല്ല. ഇപ്പൊ പുതിയ ബിഗിനേഴ്സിനോട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും. ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റുന്ന ഒരു റിസ്ക് നിങ്ങൾ ചെയ്യുക. അതായത് നിങ്ങൾ വലിയ റിസ്ക് ചെയ്യുമ്പോഴാണ് ഇത്രയും സ്ട്രെസ്സും ഇമോഷൻസ് ഒക്കെ വരുന്നത്. മനസ്സിലായോ? വളരെ ചെറുത്. ഞാൻ എന്നെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു 10,000 അക്കൗണ്ട് എടുക്കുമ്പോൾ 0.050709 ഒരു ലോട്ട് പോലും എടുക്കാതെ അങ്ങനെ ബിൽഡപ്പ് ചെയ്താണ് ഇന്ന് ഇത്രയും വലിയ റിസ്കിലേക്ക്, ഇത്രയും വലിയ റിസ്ക് ഒന്നും പറയില്ല, ഇന്ന് ഈ റിസ്കിലേക്ക് വന്നത്. ഇത്രയും വലിയ പ്രോഫിറ്റ് നിങ്ങൾ നോക്കുമ്പോൾ വലിയ പ്രോഫിറ്റാണ് നിങ്ങൾ പറയുന്ന ആ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റിയത്. പക്ഷെ ഞാൻ ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഫ്രീ ആയിട്ട് വളരെ സിമ്പിളായിട്ടല്ല, ഹമ്പിളായിട്ടല്ല, സുഖമായിട്ടാണ് ഇന്ന് പ്രോഫിറ്റ് എടുത്ത് പോകുന്നത്. ഇതിനെക്കുറിച്ച് എനിക്കൊരു ടെൻഷനില്ല. ട്രേഡ് എത്ര എണ്ണം പോയിക്കോട്ടെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് സ്റ്റഡി ചെയ്ത് നിൽക്കുന്നതാണ്. ഞാൻ ട്രേഡ് എടുക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് സുഖമായിട്ട് ട്രേഡ് എടുക്കാം, നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നു. അത് എത്ര ടഫുള്ള മാർക്കറ്റിലാണെങ്കിലും. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ബാക്ക് ടെസ്റ്റ് ചെയ്തത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു ട്രേഡിന് വേണ്ടിയല്ല, ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്രയും വ്യൂ പോയിന്റ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. സുഖമായിട്ട് എനിക്ക് ആ ട്രേഡ് എടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ട്യൂസ്ഡേ ഞാൻ എൻ്റെ ഒരു അക്കൗണ്ടിൽ ട്രേഡ് എടുത്താണ്. ആ സമയത്ത് ഞാൻ ലൈവായിട്ട് നമ്മുടെ GBPയിലും ഗോൾഡിലും ഞാൻ നിങ്ങൾക്ക് ട്രേഡ്സ് പറഞ്ഞു തന്നു. ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നു, കൊള്ളായിരുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ പോലെയാണ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൂടെ ഇടുന്നത്. ഇവിടെ നിന്ന് ട്രേഡ് എടുത്തോ, വീണ്ടും എഗെയിൻ കണ്ടിന്യൂഷൻ ട്രേഡ് എടുത്തോ, അങ്ങനെയല്ല. നിങ്ങളത് ഐഡന്റിഫൈ ചെയ്തിട്ട് എനിക്ക് കിടക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞ പൊസിഷനിലാണ്. പിന്നെ ഞാൻ ട്രേഡ് എടുക്കാൻ നിന്ന് ഞാൻ ഓൾറെഡി ആ സമയത്ത് അങ്ങനെയുള്ള കുറച്ച് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ച് ട്രേഡ് എടുത്തോണ്ടിരുന്ന സമയമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അന്ന് കുറച്ച് പേർക്ക് ഗുണം ചെയ്തിട്ട് ഒരുപാട് പേര് ഹാപ്പി ആയിട്ട് മെസ്സേജ് ഒക്കെ ചെയ്തു. അപ്പൊ അതേപോലെ നിങ്ങൾ ചെയ്യുക. സിമ്പിളാണ്, ഇത്രയുമേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് 4 അവറിലേക്ക് വരുമ്പോഴാണെങ്കിലും പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഇപ്പൊ 4 അവറിന്റെ പറയണമെങ്കിൽ നമുക്ക് ടോട്ടൽ നോക്കണമെങ്കിൽ ഇതൊരു ബിയറിഷ് മൂവ്മെന്റ്, ബുള്ളിഷ് മൂവ്മെന്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു. ഒരു 4 അവറിന്റെ ഓർഡർ ഫ്ലോയിലാണ് പ്രൈസ് നിൽക്കുന്നത്, അല്ലെ? അത് തന്നെ 4 അവറിന്റെ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ്. ഇവിടുന്ന് ട്രേഡ് നോക്കിയിട്ടുണ്ടാവുന്ന അറിയില്ല ആൾക്കാർ. നല്ലൊരു ട്രേഡ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് ആയിരുന്നത്. നമുക്ക് 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 അവറിൽ ആ ഒരു സംഭവത്തിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല, അല്ലെ? 4 അവറിന്റെ ആ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് പോയത്. അപ്പൊ ഇവിടെ നിന്ന് സെല്ലിട്ട് നിൽക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓർഡർ ഫ്ലോയിലേക്കാണ് ടാർഗറ്റ് വെച്ചേക്കണമെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഇപ്പൊ എന്തായാലും ചിലപ്പോൾ ബ്രേക്ക് ഈവനോ കാര്യങ്ങളോ അടിച്ചിട്ടുണ്ടാവും. നല്ലൊരു എൻട്രി ആയിരുന്നു ആ ഒരു പൊസിഷനിൽ നിന്ന് എടുത്തത്. പക്ഷെ
ആ സമയം അത്രയും ഹൈ ഇമ്പാക്ട് ന്യൂസ്. നമുക്ക് 4-5 മണിക്കൂർ ന്യൂസിന് ശേഷം ഇതേപോലത്തെ ന്യൂസുകളാണെങ്കിൽ 4-5 മണിക്കൂർ പ്രൈസ് നമ്മളെ രീതിയിൽ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് എടുക്കരുതെന്ന് പറയുന്നത്. ബിഗിനേഴ്സ് പരമാവധി എടുക്കാതെ നോക്കുക. അപ്പോൾ 1 അവറിന്റെ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി സ്ട്രക്ചർ പ്രൈസ് നല്ല രീതിയിൽ പഴയ സ്ട്രക്ചർ തന്നെ ഇന്നേ വരെ അതിലൊരു ചേഞ്ചസ് വന്നിട്ടില്ല പ്രൈസ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സ്ട്രക്ചർ ഇതിൽ വരച്ചിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ട്രക്ചറിലെ POIകൾ വരച്ചിട്ടിരിക്കുന്നത്. പ്രൈസ് 50 മിനിറ്റിൽ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു സെൽ ഓപ്ഷൻ നോക്കണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ 50 മിനിറ്റിന്റെ ഐഡിയ വരച്ചിരിക്കുന്ന ഒരു OB-ആണ്. റിയാക്ട് ചെയ്തു, ബ്രേക്ക് ചെയ്തു, ഫ്ലിപ്പാണ്. 50 മിനിറ്റിൽ ഒരു ഫ്ലിപ്പ് കിട്ടിയിരിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു ഐഡിയ വേണ്ടി ഈ ഐഡിയ കിട്ടി കഴിഞ്ഞ് പ്രൈസ് ഇവിടെ നിന്ന് നമുക്കൊരു സിംഗിൾ ക്യാൻഡിൽ നോക്കണമെങ്കിൽ സിംഗിൾ ക്യാൻഡിലായിട്ട് പ്രൈസ് സിംഗിൾ ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്തു, പ്രൈസ് മൂവ് ചെയ്തു, നല്ല രീതിയിൽ മൂവ് ചെയ്തു. പല ആൾക്കാരും ആ 4 അവറിന്റെ ഓർഡർ ഫ്ലോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടൊക്കെ വെക്കും. കൂടുതലും വന്ന 50 മിനിറ്റിന്റെ ഈ ഒരു ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ആ 4 അവറിന്റെ ഓർഡർ ഫ്ലോ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഒരുപാട് പ്രോഫിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ നിന്ന് ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടവരുണ്ടാവും. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ഫ്ലിപ്പ് കിട്ടിയ സമയത്ത് ഐഡിയത്തിന്റെ സിംഗിൾ ക്യാൻഡിൽ നിന്ന് കയറിയ ആൾക്കാരുണ്ടാവും. പക്ഷെ അത് കാണുക മാത്രമേ ഉള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് മാനേജ്മെന്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഞാൻ കഷ്ടപ്പെട്ട് വർഷങ്ങളോളം നിന്നിട്ട് ഒരു ട്രേഡ് മാനേജ്മെന്റ് ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് വെറുതെ അല്ല, നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. മൾട്ടിപ്പിൾ ട്രേഡ് ആക്കുക, റിസ്ക് വെക്കുന്ന ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ട്രേഡ് ആക്കുക, മൾട്ടിപ്പിൾ ടാർഗറ്റ് സെറ്റ് ചെയ്യും. വെറുതെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. റിയാക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ കൊണ്ടുവന്ന ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എനിക്ക് ഇവിടം വരെ ഇത്രയും മൂവ് ചെയ്യുമ്പോഴാണ് എനിക്ക് ലാഭം കിട്ടുന്നത്, അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. പ്രൈസ് ഇവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ഐഡിയം എടുത്തതാണ്. പിന്നെ പ്രൈസ് ഈ ഇതൊരു വിക്ക് ക്വാർട്ടർ ബ്ലോക്കാണ്. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ഐഡിയം എടുത്ത് കഴിയുമ്പോൾ ഇതൊരു പ്രീവിയസ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുന്ന വിക്ക് ക്വാർട്ടർ ബ്ലോക്കാണ്. ഈ വിക്ക് ക്വാർട്ടർ ബ്ലോക്കിൽ കൊണ്ടുവന്ന് ടാർഗറ്റ് ചെയ്യണം. ഫസ്റ്റ് ടാർഗറ്റ് ഇതിന് ലോ സെക്കൻഡ് ടാർഗറ്റ് ചെയ്യുക. പിന്നെ 4 അവറിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിം നമ്മൾ എപ്പോഴും നമ്മൾ ചാർട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എപ്പോൾ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ മന്ത്, വീക്ക്, ഡേ, 4 അവർ, 1 അവർ, 50 മിനിറ്റ് ഇങ്ങനെയല്ലേ. ഇതേപോലെ തന്നെ ചാർട്ട് എടുത്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഹൈ ടൈം ഫ്രെയിമിൽ എന്താണ് നടക്കുന്നത്, അവിടേക്ക് എന്തൊക്കെ POI ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഹൈ ടൈം ഫ്രെയിമിന്റെ POI ആണ് വാലിഡ്, അതായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ലോ ടൈം ഫ്രെയിമിന്റെ അല്ല. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ആ പ്രോഫിറ്റ് എടുത്ത് മാറായിരുന്നു. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ പ്രൈസ് ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു സെക്കൻഡ് ചാൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചോക്ക് തന്ന് ഇവിടെ ഐഡിയം എടുത്തു, ഇവിടെ ഈ ഒരു OB-യിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ സെല്ല് നോക്കാം. അല്ല പ്രൈസ് ഫസ്റ്റ് തന്ന ഐഡിയം ഏകദേശം ഇവിടെ ഫസ്റ്റ് തന്ന ഐഡിയം എന്ന് പറയണമെങ്കിൽ ഇതായിരിക്കും ഇനി ഉണ്ടാകുന്ന ഈ ഇത് കിട്ടിയതിന് ശേഷം. ഇങ്ങനെയും പ്രൈസ് കയറി വന്നെയാണെങ്കിൽ ഇതിന്റെ ഹൈയിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്കൊരു സെല്ലെടുത്ത് നോക്കുക. നിങ്ങളൊരു മൾട്ടിപ്പിൾ ട്രേഡ് ആയിട്ട് എടുത്തിട്ട് ഒരു ലോങ് ടൈം എടുത്ത് നോക്കുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രൈസ് ബുള്ളിഷാണ്, ബുള്ളിഷിലേക്കുള്ള പൊസിഷനിൽ നിന്ന് നിങ്ങൾ ബൈ എടുക്കുക, അതും ഹോൾഡ് ചെയ്യുക. ഞാൻ പലപ്പോഴും സിംഗ് ട്രേഡ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യാറ്. നമുക്ക് ഏതാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുന്നത് കൊണ്ട് എല്ലാ ട്രേഡിൽ നിന്നും പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഞാൻ മാറുന്നത്. അല്ലാതെ വെറുതെ കാണുക മാത്രമല്ല, പ്രോഫിറ്റ് കാണുക മാത്രമല്ല, അത് നമ്മളിലേക്ക് എത്തിക്കും കൂടി ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് പക്കയായിട്ടുള്ള ട്രേഡ് മാനേജ്മെന്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് GBP/USD വരാം. GBP/USD സ്റ്റിൽ ബുള്ളിഷ് ആയിരുന്നു. നമ്മൾ ഓൾറെഡി GBP/USD പറഞ്ഞതായിരുന്നു. പല ആൾക്കാരും GBP/USD സെല്ലെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു പൊസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ പൊസിഷന്റെ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സെല്ലെടുക്കാനായിട്ട് അധികം പറയാഞ്ഞത്. നമുക്ക് മന്തിലേക്ക് വരികയാണെങ്കിൽ പ്രൈസ് മന്തിന്റെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് നല്ല ബുള്ളിഷ് ആണ്. മന്തിൽ ഇവിടെ ഒരു OB ഉണ്ട്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം സെല്ല് നോക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. അതേപോലത്തെ നല്ലൊരു സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീക്കിലേക്ക് നോക്കാം. വീക്കിലേക്ക് നോക്കിയാലും പ്രൈസ് 2 ആഴ്ചയായിട്ട് നല്ല ബുള്ളിഷ്. ഓൾറെഡി നമ്മുടെ NFE CPI ന്യൂസ് എല്ലാ പേഴ്സും നല്ല രീതിയിൽ ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. നല്ല ബുള്ളിഷിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ട് ഇനി വരുന്ന ന്യൂസൊക്കെ ഇതേപോലെ ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന ന്യൂസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഡേയിലേക്ക് പോകാം. ഡേയിലേക്ക് പോയി കഴിയുമ്പോൾ ഡേയിലെ ഏറ്റവും നല്ലൊരു സ്ട്രക്ചറിലാണ് പ്രൈസ് നിൽക്കുന്നത്. പ്രൈസ് ഡേയുടെ ചേഞ്ച് ഓഫ് സ്ക്വയർ വന്നിട്ട് ഡേയുടെ എക്സ്ട്രീം OB-യിലേക്ക് പ്രൈസ് ആണ്. ചിലപ്പോൾ എക്സ്ട്രീം OB-യിൽ എത്താം. നമ്മുടെ ഗോൾഡ് GBP ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ എക്സ്ട്രീം OB-യിലേക്ക് എത്താം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൺഡേ ചിലപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്തിട്ട് ഒരു ഈ ലോയൊക്കെ പ്രൈസ് ബ്രേക്ക് ചെയ്തു, ഈ ലോയിലൊക്കെ വരെ എത്തിയിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ എക്സ്ട്രീം OB-യിലേക്ക് വരാം. ചിലപ്പോൾ നേരെ ഡയറക്റ്റ് OB-യിൽ നിന്ന് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് ഇങ്ങനെ വന്ന് പ്രൈസ് വീണ്ടും നമ്മുടെ എക്സ്ട്രീം OB-യിലേക്ക് ധൈര്യമായിട്ട് അപ്പോഴും സെല്ലെടുത്തേക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ലോങ് ടൈം നോക്കാവുന്ന ഒരു സെൽ ഓർഡേഴ്സ് ആണ്
ഇപ്പോൾ GBPയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുക. ഒരു 75% ഇവിടെ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് പോയി. എന്തായാലും റിയാക്ഷൻ കിട്ടും. നിങ്ങൾ മൾട്ടിപ്പിൾ ട്രേഡ് ആയിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 70-75% ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഇതിൽ നിന്ന് പോകാം. ഇപ്പം ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ഈ ലോ എന്ന് പറയുമ്പോൾ ഏകദേശം നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്നുണ്ട് അല്ലേ. ഓഹോ, അടിപൊളി മൂവ്മെന്റ് ആണ്. ഈ ലോയാണ് നമ്മളുടെ മേജർ ലോ. ഉണ്ടോ, ഏകദേശം 10,000 പിപ്പിന്റെ മേലെ നമുക്ക് മൂവ്മെന്റ് കിട്ടും. പക്ഷെ ഇത് എന്നായിരിക്കും ടാർഗറ്റ് കിട്ടണമെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഇവിടെ നിന്ന് പ്രൈസ് കയറിപ്പോയെന്ന് പറഞ്ഞാൽ ഒക്ടോബർ 3-ാം തീയതിയാണ്. ഇവിടെ പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജൂലൈയാണ്. അപ്പൊ ഏകദേശം 8 മാസത്തോളം 8 മാസത്തിൽ കൂടുതൽ എടുത്തു അല്ലെ, 8-9 മാസം എടുത്തു. അപ്പൊ അതേപോലെ തന്നെ എടുക്കാം. ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് ചിലപ്പോൾ ഇവിടെ താഴെ എത്താൻ വരാനാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് സെല്ലും ബൈയൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പ്രൈസ് ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും പോകാൻ പോകുന്നത്. അതിൽ കൂടുതലൊന്നും പോകാനുള്ള സാധ്യതയില്ല. പക്ഷെ GBP/USD ബ്രിട്ടീഷ് പൗണ്ട് ഇപ്പോൾ ഓൾറെഡി ഒരു ബുള്ളിഷ് സെറ്റിൽ നിൽക്കുന്നതാണ്. എന്നാൽ പോലും ഇവിടെ നല്ല രീതിയിൽ വീഴ്ചയുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ ലോയിലേക്ക് എത്താൻ സാധ്യതയില്ല. നമുക്ക് ഫസ്റ്റ് നല്ലൊരു സിംഗ് ട്രേഡ് ആണെങ്കിൽ ഈ ലോയിൽ കൊണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ OBയിൽ കൊണ്ടോ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യും, സെക്കൻഡ് ഈ ഒരു OB, ഇങ്ങനെയായിരിക്കും പ്രൈസ് പോകുന്നത്. നിങ്ങൾക്ക് ലോവർ ടൈം ഫ്രെയിമിലൊക്കെ പോയിട്ട് നോക്കാവുന്നതാണ്. സമയം കൂടുതൽ എടുക്കുന്നു. നമുക്ക് 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഓൾറെഡി ബുള്ളിഷ് ആണ്. 4 അവറിൽ ഇവിടെ ഒരു ഓർഡർ ഫ്ലോ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് നല്ലൊരു റിയാക്ട് ചെയ്യും. 4 അവറിൽ എപ്പോഴൊക്കെ ബുള്ളിഷ് ആയിട്ടുണ്ടോ പ്രൈസ് ആ സമയത്തൊക്കെ 4 അവറിന്റെ PO ഒക്കെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. ധൈര്യമായിട്ട് എടുക്കുക. അപ്പോൾ 1 അവറിന്റെ ഒക്കെ നിങ്ങൾ 4 അവറിൽ ഒരു കാര്യം പറയാനുള്ളത്, 4 അവറിന്റെ ഈ ഒരു PO ന്ന് പല ആൾക്കാരെ സെല്ലെടുത്തു, നല്ല കാര്യം. പക്ഷെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള, അതായത് ഇപ്പം നിൽക്കുന്ന ലൈവ് സ്ട്രക്ചറിൽ നിന്ന് എടുക്കുന്നതാണ് നമുക്ക് വാലിഡ്. ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ, ചിലപ്പോൾ ഇതിൽ നിന്ന് ഒരു പുൾ ബാക്ക് എടുക്കാം. പുൾ ബാക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ബൈ എടുക്കാതെ ഇവിടെ നിന്ന് ഒരു സെല്ല് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പുൾ ബാക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. പ്രൈസ് പോകുന്ന മൂവ്മെന്റ് പിടികിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എൻട്രികൾ നമുക്ക് SL അടിക്കാനുള്ള സാധ്യതയുണ്ട്. 1 അവറിലും പ്രൈസ് സ്റ്റിൽ ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇനി മൺഡേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പറയാൻ പറ്റും. 50 മിനിറ്റ് ആണെങ്കിലും പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. വേറെ സ്ട്രക്ചർ ബേസ് ഒന്നും ഇല്ല. നമുക്ക് പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പൊസിഷനിൽ നിന്ന് നോക്കിയാൽ മതി. അതേപോലെ നമുക്ക് AUD/USDയിലേക്ക് വരാം. ഞാൻ പറഞ്ഞില്ല, എല്ലാ 2 ആഴ്ചയായിട്ട് നല്ല ബുള്ളിഷിലാണ്. നമുക്ക് വേറെ ഒന്നും പറയാനില്ല. 2 ന്യൂസും നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റിലാണ് കൊണ്ടുപോയേക്കുന്നത്. മന്തൊക്കെ വന്നിട്ടുണ്ട്. മന്തിന്റെ വേറെ കഥയൊന്നും പറയാനൊന്നുമില്ല. വീക്കിന്റെ തന്നെയാണെങ്കിൽ ഇവിടെ ഒരു OBയിൽ നിന്നാണ് പ്രൈസ് ഇനി ഇറങ്ങാനുള്ള സാധ്യത കൂടുതൽ. നമ്മൾ ബൈ നോക്കിയതാണ്. ബൈയൊക്കെ എല്ലാം നമ്മുടെ സിംഗ് ട്രേഡ് എല്ലാം GP അടിച്ച് കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു സെല്ലാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കാൻ നിൽക്കുന്നത്. നമുക്ക് ഡേയുടെ സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ ഡേയിലും കലക്കനൊരു PO ഉണ്ട്. ഓൾറെഡി നമ്മളുടെ എൻട്രി ലൈവ് ആണ് അവിടെ. നോക്കിയേ, നമുക്ക് 4 അവറിലൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 4 അവറിൽ ഇവിടെ ഒരു OB ഉണ്ട്. നമുക്കൊരു 1 അവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 അവറിൽ വേറെ സംഭവമൊന്നുമില്ല. 50 മിനിറ്റിൽ നിന്നാണ് നമുക്കൊരു എൻട്രി നമ്മൾ നോക്കിയത്. ഏകദേശം നല്ല മൂവ്മെന്റ് വന്നു. ഞാൻ പ്രൈസ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാ പ്രോഫിറ്റ് ബുക്ക് ചെയ്തോന്ന്. ബുക്ക് ചെയ്യാത്തവർക്ക് അത് കിട്ടിയിട്ടുണ്ടായാലും എന്താ വെച്ചാൽ 50 മിനിറ്റിന്റെ ഐഡിയ എടുക്കുന്നത് ഈ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തത്, ആ മാനിപ്പുലേഷൻ എടുത്തത് തന്നെ വളരെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് എന്നെ സംബന്ധിച്ച്. അതെടുത്തു. നമുക്കിവിടെ 50 മിനിറ്റ് ഒക്കെ നോക്കിയ വേറെ ഒരു എൻട്രി സെറ്റപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ചിലപ്പോൾ ഒന്നും കൂടി ഹൈ എടുത്തിട്ട് വല്ല എൻട്രി സെറ്റപ്പ് തരികയാണെങ്കിൽ എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു മാനിപ്പുലേഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത് കാരണം ഇവിടെ നമുക്കൊരു ചോക്കോ ഒന്നും വരക്കാനൊന്നും കിട്ടുന്നില്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഹൈ എടുത്തിട്ട് ഇറങ്ങാം. അപ്പോൾ IUDയുടെതാണ് നെക്സ്റ്റ് EURO/USD. EURO/USD ഓൾറെഡി വലിയൊരു സിംഗ് ട്രേഡ് സെല്ലിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന വെച്ചതിൽ നിന്ന് പ്രൈസ് ബുള്ളിഷിലേക്ക്, എല്ലാം ബുള്ളിഷായ സമയത്ത് ഇതും ബുള്ളിഷായിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റേഞ്ചാണ്. ഹൈ എടുക്കും, പ്രൈസ് താഴേക്ക് പോകും, വീണ്ടും ഹൈ എടുക്കാം. അപ്പം ഇനി ഹൈ എടുത്തു കഴിഞ്ഞാൽ സെല്ലിലേക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. 2 സൈഡിലേക്കും നോക്കാവുന്നതാണ്. ഇവിടെ തന്നെയാണെങ്കിൽ ഒരു ലോങ് ടൈം സെല്ലും കൂടി നോക്കാവുന്നതാണ്. നമുക്ക് ഡേയിലേക്ക് വരികയാണെങ്കിൽ ഡേയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ് കിടക്കുന്നത്. പ്രൈസ് ഇപ്പൊ നമ്മുടെ GBP/USD ഇവിടെ എത്തി. പക്ഷെ ഇതിവിടെ നിൽക്കുന്നത് EURO/USDയുടെ നമ്മൾ 4 അവറിലേക്ക് വരുമ്പോൾ ഒരു ഇന്റേണൽ OBയിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ ചേട്ടാന്ന് ചോദിച്ച പോലെ ആൾക്കാരുണ്ട്. മിക്കവാറും ഇവിടെ നിന്ന് പോകാനും സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് അല്ലെങ്കിൽ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ എടുക്കുക. ഇവിടെ ഓൾറെഡി നമ്മളൊരു എൻട്രി നോക്കിയതാണ്, പക്ഷെ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ
അല്ല, നിങ്ങൾക്ക് ബൈയിലേക്കുള്ള സാധ്യത കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. 50 മിനിറ്റിലാണെങ്കിലും 50 മിനിറ്റിൽ ആണെങ്കിലും വേറെ ഒന്നും പറയാനില്ല, 1 അവറിന്റെ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ആളുകളും ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്, ഒരു സജഷൻ മാത്രമാണ്. ഇതേപോലെ തന്നെ കയറി എടുക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ കൺഫർമേഷൻ നോക്കിയിട്ട് എടുക്കുക. എൻ്റെ സ്റ്റുഡൻസിന് അറിയാം അവിടെ നിന്ന് എന്ത് കൺഫർമേഷൻ എടുക്കണമെന്ന്. ആ സമയത്ത് തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ട്, എനിക്ക് അവരെ അറിയിക്കാനായിട്ട്. ഞാൻ പിന്നെ നെക്സ്റ്റ് സൺഡേ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടേതായ കൺഫർമേഷൻ, നിങ്ങളുടെ അനാലിസിസും നോക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാനായിട്ട്. പല ആൾക്കാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ എടുത്തതുകൊണ്ട് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്തേക്കണേന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്ററിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ അവിടെ നിന്ന് പല ആൾക്കാരും നിങ്ങളുടെ മെൻറ്റേഴ്സിനെ കംപ്ലൈൻ്റ് ആണ് പറയുന്നത്. എനിക്കതറിയില്ല, ഞാനത് കേൾക്കാനും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം, ഉറപ്പുവരുത്തിയിട്ട് വേണം എടുക്കാൻ. എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സംഭവത്തിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എടുക്കാനായിട്ടുള്ള തോന്നൽ വരും. പക്ഷെ നിങ്ങളത് സ്റ്റഡി ചെയ്യുക. നിങ്ങൾ സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളൊരു 10 അതേ സെറ്റപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതോ നിങ്ങൾക്ക് മനസ്സിലായ ഒരു 10 സെറ്റപ്പ് നിങ്ങൾ പുറകിലേക്ക് അതേ സെയിം തന്നെ 10 എണ്ണം നിങ്ങളൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മിനിമം 40-50% വിന്നിങ് റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകളയല്ല. അത് ഇന്നലെ കിട്ടിയ പ്രോഫിറ്റ് നാളെ കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതേ സെയിം സംഭവം തന്നെ, സെറ്റപ്പ് തന്നെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. എനിക്ക് ഇതാണ് നിങ്ങളോട് പറയാനുള്ള ആകെ ഒരു കാര്യം. എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റിൽ പോകാൻ പറ്റും. നിങ്ങളൊരു ബെസ്റ്റ് ട്രേഡറായി മാറും. എന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.